കണ്ണൂർ മുൻ ADM നവീൻ ബാബുവിനെതിരായ പെട്രോൾ പമ്പ് ഉടമ TV പ്രശാന്തന്റെ പരാതി ലഭിച്ചിട്ടില്ലെന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസ്. പ്രശാന്തന്റെ പരാതി ലഭിച്ചില്ലെന്ന് ഔദ്യോഗികമായി തന്നെ സ്ഥിരീകരിക്കുകയാണ്. മുഖ്യമന്ത്രിയുടെ പരാതി പരിഹാര സെല്ലിന് ഇത്തരമൊരു പരാതി ലഭിച്ചില്ലെന്ന് വിവരാവകാശ രേഖയിൽ പറയുന്നു. അർജുൻ കല്യാട് വിവരങ്ങൾ നൽകും. അർജുൻ, നമ്മൾ ഈ വിവരാവകാശ മറുപടിയിൽ ചോദിക്കുന്നു, അത് കൃത്യമായിട്ടുള്ള മറുപടി പറയുകയാണ്. അപ്പോൾ നേരത്തെ വന്ന വിവരങ്ങൾ അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തെറ്റാണെന്ന് തെളിയുകയല്ലേ ഇപ്പോൾ? വിവാദ പെട്രോൾ പമ്പ് ഉടമ പ്രശാന്തൻ മുഖ്യമന്ത്രിക്ക് നൽകിയെന്ന് പറയുന്ന പരാതി അത് വ്യാജമാണെന്നും അതിനകത്തുള്ള ഒപ്പ് വ്യത്യസ്തമാണെന്നും അതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന പേരുകൾ തമ്മിൽ വ്യത്യാസമുണ്ട് എന്നുള്ള കാര്യവുമെല്ലാം തന്നെ നേരത്തെ പുറത്തു വന്നതാണ്. എന്നാൽ ഇങ്ങനെ ഒരു പരാതി മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് വിവരാവകാശ രേഖയ്ക്ക് നൽകിയിട്ടുള്ള വിവരാവകാശ അപേക്ഷയ്ക്ക് മുഖ്യമന്ത്രിയുടെ ഓഫീസ് തന്നെ നൽകിയിട്ടുള്ള മറുപടി. അതായത് 10/10/2024 പ്രശാന്തൻ പരാതി നൽകിയെന്ന് പറയുന്നത്. എന്നാൽ ആ 10/10/2024 അതിനടുത്ത ദിവസങ്ങളിലോ ഒന്നും തന്നെ TV പ്രശാന്തൻ എന്ന പേരിൽ മുഖ്യമന്ത്രിയുടെ പരാതി പരിഹാര സെല്ലിലേക്ക് ഒരപേക്ഷയും ഒരു പരാതിയും ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് തന്നെ ഔദ്യോഗികമായി സ്ഥിരീകരിക്കുന്നത്. നേരത്തെ അനൗദ്യോഗികമായി ചില വാർത്തകൾ വന്നിരുന്നു, അങ്ങനെ പരാതി ലഭിച്ചിട്ടില്ല എന്നുള്ള അനൗദ്യോഗികമായിട്ടുള്ള വാർത്തകളാണ് വന്നിരുന്നത് എങ്കിൽ ഇന്നിപ്പോൾ രേഖാമൂലം തന്നെ രേഖാമൂലം തന്നെ വളരെ കൃത്യമായി തന്നെ അതിൽ പറയുന്നു അങ്ങനെ ഒരു പരാതി ലഭിച്ചിട്ടില്ല എന്ന്. അതാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യവും.